Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്. ഒരു റിലേഷൻഷിപ്പിലെ ബ്രേക്കപ്പ് സംഭവിച്ചു, അതിൽ ഒരു വ്യക്തി മൂവ് ഓൺ ആയിട്ടുണ്ടായിരിക്കും, ഒരു വ്യക്തി മൂവ് ഓൺ ആയിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അവർക്ക് ആ വ്യക്തിയെ മറക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരിക്കും. അവരുടെ ഓർമ്മകളൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നല്ലൊരു ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷെ അതിനൊരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അവരെ മറക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് ശ്രമിച്ചിട്ടും മറക്കാൻ കഴിയാത്ത ആ വ്യക്തിയെ മറക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, ഇത് പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ അതൊരു മെസ്സേജ് അയക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കോൾ ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോട് അവരെക്കുറിച്ച് അന്വേഷിക്കുന്നതായിരിക്കാം. ഇതിലേതാണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങളും കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതലായും അവരെ കുറിച്ചാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങൾ അല്ലെങ്കിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ, ഇതൊക്കെ വീണ്ടും വീണ്ടും ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരെങ്ങനെ ഇരിക്കുന്നു, അവർ ഹാപ്പി ആണോ, അവർ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കുമോ. ഇങ്ങനെ അവരെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി തിങ്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. സോ കംപ്ലീറ്റ്ലി അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തകൾ വരുന്ന സമയത്ത് ആ തോട്ടിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ ഒരു തോട്ടിനെ കംപ്ലീറ്റ്ലി ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന സമയത്ത് വീണ്ടും അവരെക്കുറിച്ച് ഓർമ്മ വരുന്ന സമയത്ത് നമ്മളെ അത് അത്രത്തോളം ഡിസ്റ്റർബ് ചെയ്യില്ല എന്നുള്ളതാണ്. ഒരു പരിധിവരെ നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട നമ്പർ 1 കാര്യം ഇതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അവരുടെ സോഷ്യൽ മീഡിയ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെ ഒരു ബിഹേവിയർ നിങ്ങളുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ടെങ്കിൽ അതും കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ട് അവരെങ്ങനെ ഇരിക്കുന്നു, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ തിങ്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നല് അല്ലെങ്കിൽ അതറിയാനുള്ള ഒരു കൗതുകത്തിന്റെ പുറത്തൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയ മോണിറ്റർ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. സോ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഓൾറെഡി മൂവ് ഓൺ ആയി, ഇനി നിങ്ങൾക്ക് മൂവ് ഓൺ ആകണം എന്നൊക്കെ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എല്ലാ ആക്സസും കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. സോ ഇത്തരത്തിൽ അവരിലേക്ക് വീണ്ടും നിങ്ങൾക്ക് പോകാനുള്ള ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലേക്കുള്ള ഒരു എത്തിനോട്ടം ഇടയ്ക്കിടയ്ക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ലൈഫുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കുറെ കൂടി ഈസി ആയിരിക്കും. സോ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ മോണിറ്റർ ചെയ്യുന്ന ഒരു സ്വഭാവം, അങ്ങനെയുള്ള ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ സീരിയസ് ആയി എടുക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും ഒരു മോചനം, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നുള്ളൊരു മോചനം എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റി ഇല്ലാത്തൊരു കാര്യമായി നിലനിൽക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ലക്ഷ്യബോധം വെച്ചിട്ടില്ല. ലൈക്ക് എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇനി എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കുറെ കൂടി ഒരു അറിവുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തതയുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങളിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കിടക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് കഴിയും എന്നുള്ളതാണ്.
സോ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കുറെ കൂടി സീരിയസ് ആയിട്ട് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഇനി എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് കൂടി എടുക്കാൻ ലൈഫിൽ ഒരു ശ്രമം നടത്തുക. ഒരു ചെറിയ സ്റ്റെപ്പാണെങ്കിലും അത് വെക്കുന്ന സമയത്ത് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു തോന്നൽ വരും. സോ നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കുറെ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായി ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയും ചെയ്യേണ്ട കാര്യം. 4, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ലൈഫിൽ ചെറിയൊരു സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യം, ഒരു ഹാബിറ്റ് ഉണ്ടായിരിക്കും, ഒരു ഹോബി ഉണ്ടായിരിക്കും. ആ കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളരെ ഹാപ്പിയാക്കി നിലനിർത്താനും നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറച്ച് സമയം എൻഗേജ്ഡ് ആവുക. നെക്സ്റ്റ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് ഇമോഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അത് ലീവ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അതൊരു പക്ഷെ പക, പ്രതികാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ആയിരിക്കാം. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഇമോഷൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളെ തന്നെ നശിപ്പിക്കും എന്നുള്ളതാണ്. സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ലൈഫിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവരിലേക്ക് പ്രത്യേകിച്ച് ഒരു ഇമോഷനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷനോ ഒക്കെ വെച്ചു നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം റിലീസ് ചെയ്യുക. പകരം ഫോർഗീവ് ചെയ്യുക. ഒരുപക്ഷെ മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഭാഗത്തായിരുന്നു, എന്ത് തന്നെയാണെങ്കിലും റിലേഷൻഷിപ്പ് ഈസ് ഓവർ, അല്ലെങ്കിൽ അവർ മൂവ് ഓൺ ആയി, നിങ്ങളും മൂവ് ഓൺ ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫോർഗീവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. അവരോട് ക്ഷമിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് കുറെ കൂടി ഇമ്പ്രൂവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതിൽ ശ്രദ്ധ ചെലുത്തുക. നെക്സ്റ്റ്, അവർ തന്ന ഗിഫ്റ്റോ അല്ലെങ്കിൽ അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഉപേക്ഷിക്കുക. അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണല്ലോ. സോ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു വ്യക്തിയെ മറക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു, സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ മറന്നുകൊണ്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. സോ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഓർമ്മകളൊന്നും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത് പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. എനിവേസ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഗൈഡൻസിന് വേണ്ടിയിട്ടാണെങ്കിലും, അതല്ല പാച്ചപ്പ് ആണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിലും, അതല്ല മൂവ് ഓൺ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിലും, അതിനൊരു ഗൈഡൻസ് വേണം, ഒരു സപ്പോർട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.